ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിരോധ വിപണികളിലൊന്നായ ഇന്ത്യയെ സ്വന്തമാക്കാൻ അമേരിക്ക, റഷ്യ, ഫ്രാൻസ് എന്നീ സൈനിക ശക്തികൾ തമ്മിൽ കടുത്ത മത്സരം നടക്കുകയാണ്. എന്നാൽ ഇപ്പോൾ ഈ മത്സരത്തിന് അപ്രതീക്ഷിതമായ ഒരു ട്വിസ്റ്റ് സംഭവിച്ചിരിക്കുന്നു. ഇന്ത്യക്ക് മുന്നിൽ റഷ്യ വെച്ചിരിക്കുന്ന പുതിയ Su-57 നിർദ്ദേശം ഒരു സാധാരണ യുദ്ധവിമാന കരാറല്ലെന്നാണ് പ്രതിരോധ വിദഗ്ധർ പറയുന്നത്. ഇന്ത്യൻ വ്യോമസേനയുടെ അടുത്ത നിരവധി പതിറ്റാണ്ടുകളുടെ ശക്തിയും രാജ്യത്തിന്റെ പ്രതിരോധ സ്വയം പര്യാപ്തതയും നിർണ്ണയിക്കാൻ കഴിയുന്ന ഒരു ഗെയിം ചേഞ്ചർ നീക്കമായാണ് ഇതിനെ വിലയിരുത്തുന്നത്. എന്തുകൊണ്ടാണ് റഷ്യ ഈ സമയത്ത് ഇത്ര വലിയ ഓഫറുമായി എത്തിയത്? അമേരിക്കയുടെ F-35, ഫ്രാൻസിന്റെ റാഫേൽ എന്നിവയെ മറികടക്കാൻ റഷ്യ പയറ്റുന്ന യഥാർത്ഥ തന്ത്രം എന്താണ്? ഇന്ത്യ ഈ ഓഫർ സ്വീകരിച്ചാൽ ഏഷ്യയിലെ സൈനിക ശക്തി സമവാക്യത്തിൽ എന്തെല്ലാം മാറ്റങ്ങൾ സംഭവിക്കും? കേവലം ഒരു യുദ്ധവിമാന ഇടപാടിനപ്പുറം ലോക രാഷ്ട്രീയത്തെയും ഇന്ത്യയുടെ ഭാവി പ്രതിരോധ നയത്തെയും സ്വാധീനിക്കാൻ സാധ്യതയുള്ള നിർണായക നീക്കത്തിന്റെ മുഴുവൻ കഥയാണിത്. 5ാം തലമുറ യുദ്ധവിമാനം വിദേശത്ത് നിന്ന് നേരിട്ട് വാങ്ങാനുള്ള സാധ്യത ഇന്ത്യയിൽ ക്രമേണ മങ്ങുന്നതായി റിപ്പോർട്ടുകൾ പുറത്തുവന്ന സാഹചര്യത്തിലാണ് റഷ്യയുടെ പുതിയ നീക്കം. ഇന്ത്യയുടെ പ്രധാന ശ്രദ്ധ ആഭ്യന്തരമായി വികസിപ്പിക്കുന്ന AMCA പദ്ധതിയിലേക്കും അതോടൊപ്പം അടുത്ത തലമുറ സാങ്കേതിക വിദ്യകൾക്കായി യൂറോപ്യൻ പങ്കാളികളുമായി സഹകരണം ശക്തമാക്കുന്നതിലേക്കുമാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. എന്നിരുന്നാലും ഈ ഘട്ടത്തിൽ ഇന്ത്യയെ വീണ്ടും ആകർഷിക്കാനുള്ള വലിയ ശ്രമമാണ് റഷ്യ നടത്തുന്നത്. അതിന്റെ ഭാഗമായാണ് Su-57 യുദ്ധവിമാനം മാത്രമല്ല, അതിനോട് ബന്ധപ്പെട്ട ആയുധ ശേഖരവും സാങ്കേതിക വിദ്യയും നിർമ്മാണ ശേഷിയും ഉൾപ്പെടുന്ന ഒരു പൂർണ്ണ പ്രതിരോധ പരിസ്ഥിതി ഇന്ത്യക്ക് കൈമാറണമെന്ന നിർദ്ദേശം റഷ്യ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. റഷ്യയുടെ നിർദ്ദേശത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഇത് വെറും വിമാന വിൽപ്പനയിൽ ഒതുങ്ങുന്നില്ല എന്നതാണ്. വിമാന നിർമ്മാണ സാങ്കേതിക വിദ്യയുടെ കൈമാറ്റം, ഇന്ത്യയിൽ തന്നെ നിർമ്മാണ സൗകര്യങ്ങൾ സൃഷ്ടിക്കാനുള്ള സാധ്യത, ഭാവിയിൽ ഇന്ത്യൻ ആവശ്യങ്ങൾക്കനുസരിച്ച് വിമാനത്തെ നവീകരിക്കാനുള്ള സ്വാതന്ത്ര്യം, അതിനൊപ്പം അടുത്ത തലമുറ മിസൈൽ സംവിധാനങ്ങളുടെ സംയോജനം എന്നിവയെല്ലാം പാക്കേജിന്റെ ഭാഗമാണെന്നാണ് വിദഗ്ധ പ്രതിരോധ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. മേക്ക് ഇൻ ഇന്ത്യ, ആത്മനിർഭർ ഭാരത് എന്നീ പ്രതിരോധ നയങ്ങളുമായി ഈ സമീപനം യോജിക്കുന്നതിനാലാണ് ഇത് ഇന്ത്യയുടെ ശ്രദ്ധ പിടിച്ചുപറ്റുന്നത്. ഈ പാക്കേജിന്റെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നാണ് KH-69 സ്റ്റെൽത്ത് ക്രൂയിസ് മിസൈൽ. ശത്രുവിന്റെ ശക്തമായ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ മറികടന്ന് കൃത്യമായ ആക്രമണം നടത്തുന്നതിനായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഈ മിസൈലിന് ഏകദേശം 290 കിലോമീറ്റർ ദൂരപരിധി ഉണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. റഡാറുകളുടെ ശ്രദ്ധയിൽപ്പെടാതെ ശത്രുവിന്റെ കമാൻഡ് സെന്ററുകൾ, വ്യോമ പ്രതിരോധ കേന്ദ്രങ്ങൾ, സൈനികാടിസ്ഥാന സൗകര്യങ്ങൾ തുടങ്ങിയ നിർണായക ലക്ഷ്യങ്ങൾ ആക്രമിക്കാൻ ഇതിന് കഴിയും. ആധുനിക യുദ്ധത്തിൽ ആദ്യ പ്രഹരത്തിലൂടെ ശത്രുവിന്റെ പ്രതിരോധ സംവിധാനത്തെ ദുർബലമാക്കുക എന്നതാണ് ഇത്തരം സ്റ്റെൽത്ത് ക്രൂയിസ് മിസൈലുകളുടെ പ്രധാന ലക്ഷ്യം. അതുപോലെ തന്നെ റഷ്യയുടെ പുതിയ തലമുറ R-77M എയർ ടു എയർ മിസൈലും ഇന്ത്യക്കായി നിർദ്ദേശിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. അതിനൊപ്പം ഏകദേശം 300 മുതൽ 400 കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ള R-37M ദീർഘദൂര മിസൈലും ഈ ചർച്ചയുടെ ഭാഗമാണ്. ശബ്ദത്തിന്റെ 6 ഇരട്ടി വേഗതയോടെ അടുത്ത് സഞ്ചരിക്കാൻ കഴിയുന്ന ഈ മിസൈൽ ശത്രുവിന്റെ AWACS അഥവാ എയർബോൺ വാർണിംഗ് ആൻഡ് കൺട്രോൾ സിസ്റ്റം വിമാനങ്ങളെയും ആകാശത്ത് ഇന്ധനം നിറയ്ക്കുന്ന ടാങ്കർ വിമാനങ്ങളെയും ലക്ഷ്യമിടുന്നതിനാലാണ് AWACS കില്ലർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഒരു യുദ്ധത്തിൽ ശത്രുവിന്റെ കമാൻഡ് നിയന്ത്രണം, നിരീക്ഷണശേഷി തകർക്കാൻ കഴിഞ്ഞാൽ മുഴുവൻ വ്യോമയുദ്ധത്തിന്റെ ഗതി തന്നെ മാറ്റിമറിക്കാൻ സാധിക്കുമെന്നതിനാലാണ് ഇത്തരം ആയുധങ്ങൾക്ക് അതീവ പ്രാധാന്യം ലഭിക്കുന്നത്. റഷ്യയുടെ ഏറ്റവും വലിയ വാഗ്ദാനങ്ങളിലൊന്നായി വിലയിരുത്തപ്പെടുന്നത് KH-47M2 കിൻസ ഹൈപ്പർസോണിക് മിസൈലിനെ Su-57 യുദ്ധവിമാനവുമായി സംയോജിപ്പിക്കാനുള്ള സാധ്യതയാണ്. ഏകദേശം 2000 കിലോമീറ്റർ വരെ ദൂരപരിധി ഉള്ളതും മാക് 10 വരെ വേഗത കൈവരിക്കാനാകുന്നതുമായ കിൻസാൽ നിലവിലെ പല വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്കും തടയാൻ പ്രയാസമുള്ള ആയുധമായാണ് കണക്കാക്കപ്പെടുന്നത്. അതിനൊപ്പം തന്നെ കടൽ, കര ലക്ഷ്യങ്ങൾക്കെതിരെ അതിവേഗ ആക്രമണം നടത്താൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന സിർക്കോൺ ഹൈപ്പർസോണിക് മിസൈലും ഇന്ത്യക്കുള്ള പാക്കേജിൽ ഉൾപ്പെടുത്താമെന്ന ചർച്ചകൾ നടക്കുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. ഇവ യാഥാർത്ഥ്യമായാൽ ഇന്ത്യൻ വ്യോമസേനയുടെ ദീർഘദൂര ആക്രമണ ശേഷിയിൽ വലിയ മാറ്റം ഉണ്ടാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. എന്നിരുന്നാലും ഈ നിർദ്ദേശം ഇന്ത്യ ഉടൻ സ്വീകരിക്കണമെന്നില്ല. മുൻപ് ഇന്ത്യയും റഷ്യയും ചേർന്ന് 5ാം തലമുറ യുദ്ധവിമാനം വികസിപ്പിക്കാൻ ആരംഭിച്ച FGFA പദ്ധതി ചെലവ്, സാങ്കേതിക വിദ്യ കൈമാറ്റം, വിമാനത്തിന്റെ പ്രകടനം എന്നിവയുമായി ബന്ധപ്പെട്ട ആശങ്കകളെ തുടർന്ന് അവസാനിപ്പിച്ചിരുന്നു. അതിനുശേഷം ഇന്ത്യയുടെ ശ്രദ്ധ സ്വന്തം AMCA പദ്ധതിയിലേക്കാണ് മാറിയത്. ഇന്ന് ഇന്ത്യയുടെ പ്രധാന പ്രതിരോധ നയം വിദേശ വാങ്ങലിൽ നിന്ന് ആഭ്യന്തര വികസനത്തിലേക്കാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. അതിനാൽ തന്നെ റഷ്യയുടെ പുതിയ ഓഫർ സാമ്പത്തികമായും സാങ്കേതികമായും തന്ത്രപരമായും ഇന്ത്യ വിശദമായി പരിശോധിക്കുമെന്നാണ് പ്രതീക്ഷ. മറുവശത്ത് ഫ്രാൻസുമായി 6ാം തലമുറ യുദ്ധവിമാന സാങ്കേതിക വിദ്യകളിൽ സഹകരിക്കാനുള്ള ചർച്ചകളും ഇന്ത്യക്ക് ദീർഘകാല ലക്ഷ്യങ്ങൾ വ്യക്തമാക്കുന്നു. 6ാം തലമുറ യുദ്ധവിമാനങ്ങൾ മനുഷ്യൻ നിയന്ത്രിക്കുന്ന വിമാനങ്ങളോടൊപ്പം ഡ്രോൺ കൂട്ടങ്ങളെ നിയന്ത്രിക്കാനുള്ള കഴിവ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിത യുദ്ധനിർണയ സംവിധാനം, ഡയറക്റ്റഡ് എനർജി ആയുധങ്ങൾ, അത്യാധുനിക നെറ്റ്വർക്ക് കേന്ദ്രീകൃത യുദ്ധശേഷി എന്നിവ ഉൾക്കൊള്ളുന്ന പുതിയ തലമുറ യുദ്ധവേദികളായിരിക്കുന്നു.
അതിനാൽ ഇന്ത്യയുടെ ഭാവി നിക്ഷേപങ്ങൾ ഈ മേഖലകളിലേക്കാണ് കൂടുതൽ തിരിയുന്നതെന്ന് പല വിദഗ്ധരും വിലയിരുത്തുന്നു. റഷ്യയുടെ പുതിയ Su-57 പാക്കേജ് ഇന്ത്യയെ വീണ്ടും ആകർഷിക്കാൻ നടത്തിയ ഏറ്റവും വലിയ ശ്രമങ്ങളിലൊന്നായി വിലയിരുത്തപ്പെടുന്നു. യുദ്ധവിമാനം, ഹൈപ്പർസോണിക് മിസൈലുകൾ, സ്റ്റെൽത്ത് ആയുധങ്ങൾ, സാങ്കേതികവിദ്യ കൈമാറ്റം, ആഭ്യന്തര നിർമ്മാണം എന്നിവയെല്ലാം ഒരൊറ്റ കുടക്കീഴിൽ കൊണ്ടുവരുന്ന ഈ നിർദ്ദേശം ഇന്ത്യയുടെ പ്രതിരോധ തീരുമാനങ്ങളിൽ പുതിയ ചർച്ചകൾക്ക് വഴിയൊരുക്കിയിട്ടുണ്ട്. എന്നാൽ അന്തിമ തീരുമാനം സാങ്കേതികവിദ്യയുടെ നിലവാരം, സാമ്പത്തിക പ്രായോഗികത, തന്ത്രപരമായ സ്വാതന്ത്ര്യം, ഇന്ത്യയുടെ ദീർഘകാല പ്രതിരോധ ലക്ഷ്യങ്ങൾ എന്നിവയുടെ അടിസ്ഥാനത്തിലായിരിക്കും. അതിനാൽ Su-57 ഇന്ത്യയുടെ വ്യോമസേനയുടെ ഭാഗമാകുമോ അതോ ഇന്ത്യ സ്വന്തം AMCAയിലും ഭാവിയിലെ 6ാം തലമുറ പദ്ധതികളിലുമാണ് മുഴുവൻ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയെന്നത് വരും മാസങ്ങളിൽ കൂടുതൽ വ്യക്തമായേക്കും.